ഇപ്പൊ കാലാവസ്ഥയും ദിനാന്തരീക്ഷം എന്ന് പറയുമ്പോൾ ദിവസത്തിലെ ഒരു ഷോർട്ട് ടൈം പീരീഡിലുള്ള അന്തരീക്ഷത്തിലെ അവസ്ഥയെ നമുക്ക് ദിനാന്തരീക്ഷം എന്ന് പറയാം. ഓക്കെ, കാലാവസ്ഥ പറഞ്ഞാല് ഷോർട്ട് ടൈം പീരീഡ് അല്ല, ഇറ്റ്സ് എ ലോങ് ടൈം പീരീഡ് ആണ്. അതേപോലെ ഏരിയയും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ വലിയൊരു ഏരിയയിൽ, അതായത് ഒരു കൺട്രി ആവാം, അല്ലെങ്കിൽ ഒരു ഭാഗങ്ങളാവാം, ഒക്കെ ചെയ്യാം. അവിടെയുള്ള ഒരു ഷോർട്ട് ടൈം പീരീഡ് അല്ല, ലോങ് ടൈം പീരീഡിൽ ലോട്ട് ഓഫ് ലാർജ് പ്ലേസിൽ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ അവസ്ഥയെ നമുക്ക് കാലാവസ്ഥ എന്ന് പറയാം. ദിനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള സ്ഥലത്തുള്ള സ്ഥിതിയെ നമുക്ക് ദിനാന്തരീക്ഷം എന്നും പറയും. ഇതാണ് അതിന്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ കാലാവസ്ഥ പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കാലാവസ്ഥകൾ നമുക്കറിയാം? കാലാവസ്ഥ പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും? മൺസൂൺ, സമ്മർ. നമ്മൾ പൊതുവെ ചൂടുകാലം, തണുപ്പ് കാലം അങ്ങനെയൊക്കെ അല്ലേ പറയാ. അതിന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ മൺസൂണ്, വിന്റർ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പറയാം. അപ്പം എന്തായാലും ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിലെ പ്രധാനപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട്. അപ്പോൾ കാലാവസ്ഥയിൽ ചൂടുണ്ട്, അത് നമ്മൾ കോമണ് പറയുമ്പോൾ ചൂട്, തണുപ്പ്, ഈ രണ്ട് കാലാവസ്ഥയാണ് സാധാരണ രീതിയിൽ നമ്മൾ കോമൺലി പറയുന്നത്. മഴ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സാധാരണ രീതിയിൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാല് ഈ ഭൂമിന്റെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഭൂമി എങ്ങനെ സിറ്റുവേറ്റ് ചെയ്യുന്നു, അതിന് ചുറ്റുപാടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെന്തെല്ലാം സ്വാധീനം, ഈ രീതിയിലാണ് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഇപ്പൊ കാലാവസ്ഥാ മാറ്റങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യാസമുണ്ട്. ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പല രീതിയിലുള്ള ചേഞ്ചസും ലോകത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ക്ലൈമറ്റുകൾ ആലോചിക്കുക, അതേപോലെ യൂറോപ്പിലുള്ള ക്ലൈമറ്റുകൾ, അതേപോലെ വേറെ ഏതെങ്കിലും കോണ്ടിനെന്റിലുള്ള ക്ലൈമറ്റുകൾ, ഇതൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അറിയാം, ആ ടോട്ടലി കാലാവസ്ഥയിലെ ഡിഫറെന്റ് അനുസരിച്ച് അവിടെയുള്ള ഫുഡ് ഐറ്റംസിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡ്രസ്സിങ്ങിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതേപോലെ പല തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസ് പോലും കാലാവസ്ഥകൾ കൊണ്ട് പല രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ ഇത് ഉണ്ടാവാൻ കാരണം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഭൂമിന്റെ ആ ഒരു നിലനിൽപ്പ്, അതായത് ഭൂമിന്റെ സ്ഥാനത്തിനോടനുബന്ധിച്ചാണ് ഇതൊക്കെ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഭൂമിയുടെ സ്ഥാനം എവിടെയാണ്, ഭൂമിയുടെ ഒരു ഷേപ്പ് എങ്ങനെ, ഇതിനോടനുബന്ധിച്ചാണ്. അപ്പൊ ഈ കാലാവസ്ഥ എന്നുള്ളൊരു വേർഡ് ഇറ്റ്സ് എ നോട്ട് സിമ്പിൾ വേർഡ് അല്ല എന്നർത്ഥം. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ കാലാവസ്ഥയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചാണ്. ഭൂമിയുടെ ഷേപ്പ് അറിഞ്ഞാൽ മാത്രമേ ആ കാലാവസ്ഥ എങ്ങനെ അതിന്റെ രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നമ്മൾ ഈ ടെക്സ്റ്റ് തന്നെ ഒരു ഭൂമിന്റെ ഒരു ഷേപ്പിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ആദ്യം കാണിച്ചിട്ട് അത് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചിരുന്നത് അല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാല് ഭൂമിയുടെ ആകൃതി എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പഴക്കമുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ആകൃതി എന്താണ് ആകൃതി? ജിയോയിഡ്. വെരി ഗുഡ്, ജിയോയിഡ് ആകൃതിയാണ് അല്ലെ. അപ്പൊ ജിയോയിഡ് ആകൃതി എന്ന് പറഞ്ഞാല് വശങ്ങളില് അല്ലെ, മുകളിലേക്ക് ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം എന്നുള്ള ഭാഗങ്ങളൊക്കെ കണ്ടില്ല, അത് അവിടെ മുകളിൽ ഉത്തരധ്രുവം അല്ലെ, ഈ രണ്ട് ഭാഗങ്ങളിലേക്ക് അല്പം പരന്നിട്ടും ഈ നടുവിലെ ഭാഗങ്ങളിലേക്ക് കുറച്ചിങ്ങനെ തള്ളിയിട്ടുമാണ് ശരിക്കും ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എഴുതി വെക്കുക, ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആകൃതിയാണ്. അപ്പൊ അത് ഒരു മാർക്കിനുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ജിയോയിഡ് ആകൃതി ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം അച്ചുതണ്ടിൽ തിരിയുന്നതാണ് നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ സ്വയം അച്ചുതണ്ടിൽ അതില് രണ്ട് രീതിയിലാണ്, അതായത് ഭ്രമണം ചെയ്യുന്നുണ്ട്, ഭൂമി പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് സോഷ്യൽ സ്റ്റഡീസ് SCERT കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ രണ്ട് രീതിയിലുള്ള ചലനങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ അത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കുകയാണ്. ഭൂമിയുടെ രണ്ട് രീതിയിലുള്ള ചലനമാണ് ഭ്രമണവും റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അപ്പൊ ഭൂമി ചലിക്കുന്ന രണ്ടത് ഭ്രമണവും പറയാം. അപ്പൊ ഭ്രമണ ഫലമായിട്ട് എന്തുണ്ടാകുന്നു, പരിക്രമണ ഫലമായിട്ട് എന്തുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണം.
ഭ്രമണഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? ഭ്രമണഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭ്രമണഭൂമിയുടെ ഭ്രമണം മൂലമാണ്. അപ്പൊ നമ്മൾ പറയും, അപ്പൊ എങ്ങനെയാണ് ഭ്രമണം? അപ്പൊ സൂര്യനെ അഭിമുഖമായിട്ട് വരുന്ന പ്രദേശങ്ങൾ പകലും, സൂര്യനെ അഭിമുഖമല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് രാത്രിയുമാണ് വരുന്നത്. അപ്പൊ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പരിക്രമണ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത് ചോദിച്ചാല് എന്താണ് ഉണ്ടാവുന്നത്? പരിക്രമണ ഫലമായിട്ട് എന്താണ്? അതെ, ഋതുക്കളാണ്. ഋതുക്കള് അല്ലെങ്കിൽ സീസൺസ് ഉണ്ടാവുന്നത്. യെസ്, വെരി ഗുഡ് അർഷി. ഋതുക്കൾ അഥവാ സീസൺസ് ഉണ്ടാവുന്നത് ഭൂമിയുടെ പരിക്രമണ ഫലമായിട്ടാണ്. ഇതും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ. ഭൂമിക്ക് ജിയോയിഡാകൃതിയാന്ന് പറഞ്ഞു, ഭൂമിക്ക് രണ്ട് രീതിയിലുള്ള ചലനങ്ങൾ പറഞ്ഞു, ഭ്രമണവും പരിക്രമണവും പറഞ്ഞു. അപ്പൊ ഭ്രമണവും പരിക്രമണവും പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സൂര്യനെ കുറിച്ച് അവിടെ പറഞ്ഞു. അപ്പൊ സൂര്യനെ ചുറ്റിയിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നത്. സ്വയം വച്ചതണ്ടിൽ അത് കറങ്ങുന്നതിന്റെ ഭ്രമണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികളല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതോ. അപ്പൊ ഭൂമിക്ക് അഭിമുഖമായിട്ട്, സൂര്യന് അഭിമുഖമായിട്ട് വരുമ്പോൾ അവിടെ പകലും, സൂര്യന് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ രാത്രിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിനനുസരിച്ചാണ് ഈ ചാപ്റ്ററിൽ ബാക്കി കാര്യങ്ങൾ പോവാം. അപ്പൊ ഒരു പോയിന്റ് അത് ആലോചിച്ച് വെച്ചു. ഇനി രണ്ടാമത് നമ്മൾ പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ആകൃതി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഭൂമിയില് ശരിക്ക് നമ്മള് സാങ്കല്പികമായിട്ട് കുറച്ച് രേഖകളെല്ലാം വരച്ചു വെക്കണം. ഭൂമിക്ക് സത്യമായിട്ട് രേഖയും കാര്യങ്ങളൊന്നുമില്ല. ഭൂമിക്ക് സാങ്കല്പികമായിട്ട് കുറച്ച് രേഖകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് കണ്ട ഒരു 1, 2, 3, 4 അല്ലെ, 1, 2 വരകളൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നടുവിലുള്ള ഒരു വര കണ്ടോ? അതാ ഇങ്ങനെ ഒരു ലൈന് പോണില്ലേ നടുവിലുള്ള? ഇതിന് നമ്മളിവിടെ ഭൂമധ്യരേഖ എന്ന് കൊടുത്ത കണ്ടോ? കണ്ടോ ഭൂമധ്യരേഖ. അപ്പൊ ഭൂമിക്ക് കുറുകെ ഇങ്ങനെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളിൽ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? അക്ഷാംശ രേഖ. പെട്ടെന്ന് സൗണ്ട് ബ്രേക്ക് ആയി അല്ലെ? അപ്പൊ ഭൂമിക്ക് കുറുകെ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഈ രേഖക്ക് പറയുന്ന പേരാണ് അക്ഷാംശ രേഖ. ശ്രദ്ധിക്കണേ, അക്ഷാംശ രേഖ. അപ്പൊ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രേഖയാണ് അക്ഷാംശ രേഖ. ഭൂമിയിൽ അക്ഷാംശ രേഖകൾ മാത്രമല്ല, ഇതുപോലെ ഇനി കുത്തനുള്ള രേഖകളും ഉണ്ടാവും. അതിന് രേഖാംശ രേഖ എന്നാ പറയാം. അത് നമ്മൾ സമയമേഖലയെ അടിസ്ഥാനമാക്കാനാണ് അതുള്ളത്. ഇപ്പൊ നമ്മൾ കാലാവസ്ഥ പറയുന്നത് കൊണ്ട് നമ്മൾ ഭൂമധ്യരേഖ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ ഭൂമിയിലെ ഏറ്റവും വലിയ, അപ്പൊ ഭൂമിക്ക് കുറുകെ വരയ്ക്കുന്ന ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യനാ. ഭൂമിയിലെ സാങ്കല്പികമായിട്ട് വരയ്ക്കുന്ന ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത്? ഏതാണ്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 0 ഡിഗ്രി. എത്ര? വെരി ഗുഡ്, 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു മാർക്ക് കിട്ടിയേ, ഒരു മാർക്ക്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാ. അപ്പം ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ 0 ഡിഗ്രി സെൽഷ്യസ്. അത് നമ്മളോട് ചോദിക്കുകയാണ് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേര്. 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരെന്താ? ഉത്തരായന രേഖ. ഉത്തരായന രേഖ അല്ലെ? ഉത്തരായന. വെരി ഗുഡ് സെൽവിയ. കുറെ ആളുകൾ പറയുന്നുണ്ട് അല്ലെ ഉത്തരായന രേഖ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഭൂമധ്യ രേഖക്ക് ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുന്നതിന് നമ്മൾ ഈ മുകളിലേക്കുള്ള ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് ഉത്തര ധ്രുവം. എന്താ പറയാ? ഉത്തര ധ്രുവം. ഭൂമധ്യ രേഖ താഴേക്ക് വരുമ്പോ നമ്മൾ പറയും ദക്ഷിണ ധ്രുവം. അപ്പൊ ഭൂമിയെ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ഭാഗത്തെ ഉത്തരം എന്നും താഴത്തുള്ളതിന് ദക്ഷിണം എന്നും പറയും. അപ്പൊ ഉത്തരം ദക്ഷിണം ഭൂമിയുടെ 2 ഭാഗങ്ങൾ. അതായത് ഇവിടുന്ന് മുകളിലേക്ക് പറയുമ്പോൾ നമ്മൾ വടക്ക് ഭാഗം എന്നും ഇതിനെ തെക്ക് ഭാഗം എന്നാണ് പറയാ. അപ്പൊ ദക്ഷിണായന രേഖ, ദക്ഷിണ ധ്രുവം, ഉത്തരായന രേഖ, ഉത്തര ധ്രുവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓർക്കണം, ഈ ഭൂമിയെ 2 ഭാഗങ്ങളാക്കി 2 ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന് രാജ്യങ്ങളായിട്ടോ ഇനി കാലാവസ്ഥകളായിട്ടോ ഒക്കെ പറയുമ്പോൾ ഉത്തര ധ്രുവത്തിലോ ഉത്തര ഭാഗത്തോ ദക്ഷിണ ഭാഗത്തോ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ അതിൽ നമ്മൾ ഓരോ കൺട്രീസ് എവിടേക്കാ വരുന്നതെന്നൊക്കെ പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം
അതായത് ഭൂമധ്യ രേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഒക്കെ പറയാൻ കാരണം ഇതൊക്കെ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളായതുകൊണ്ടാണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അടുത്തവിടെ നോക്കുക. 66 വടക്ക് ഉള്ള അക്ഷാംശ രേഖയ്ക്ക് പറയാം. അപ്പൊ നമ്മൾ ഡിഗ്രി നന്നായിട്ട് ശ്രദ്ധിക്കുക. 66.5 66 വടക്കൻ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരെന്താ? ആർട്ടിക് വൃത്തം. ആർട്ടിക് വൃത്തം. അതേപോലെ 66 തെക്കൻ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരെന്താ? അന്റാർട്ടിക്. അന്റാർട്ടിക്. ഇത് ഇപ്പം മാത്രമല്ല, എക്സാമിന് ചോദിക്കുമ്പോഴും മനസ്സിൽ വരണം കേട്ടോ. 90 വടക്കൻ അക്ഷാംശ രേഖ എന്താണ് ചോദിച്ചാൽ ഉത്തര ധ്രുവം. 90 ദക്ഷിണ ധ്രുവം ഏതാന്ന് ചോദിച്ചാൽ അക്ഷാംശം ഏതാന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ ധ്രുവമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഭൂമിനെ കുറിച്ചിട്ട് മനസ്സിലുണ്ടാവണം. ഇതാണ് നമുക്ക് ജോഗ്രഫിയിൽ വേണ്ട കാര്യങ്ങൾ. ജോഗ്രഫിയിൽ ഇനി എന്ത് പറയുകയാണെങ്കിലും ദക്ഷിണവും ഉത്തരവും പശ്ചിമവും പൂർവ്വവും വേണം നമ്മളെ കയ്യിൽ കേട്ടോ. ഇപ്പൊ പശ്ചിമം പറഞ്ഞാൽ ഇവിടെ പടിഞ്ഞാറ് ഭാഗമാണ്, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം. അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ വേൾഡ് ജോഗ്രഫി പറയുകയാണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫി പറയുകയാണെങ്കിലും കേരളത്തിലെ ജോഗ്രഫി പറയുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ദിശകൾ നമ്മൾ മനസ്സിലേക്ക് വരണം. മാത്സിൽ തന്നെ നമ്മൾ മെന്റൽ എബിലിറ്റി റീസണിങ്ങും വരികയാണെങ്കിൽ ഈ ദിശകൾ വരണം. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ദിശകളെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാലാവസ്ഥയെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നുള്ള ചാപ്റ്റർ തുടങ്ങി. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ പറയാം എലമെന്റ്സ് ഓഫ് വെതർ, ദിനാന്തരീക്ഷ ഘടകങ്ങൾ. അപ്പൊ നമ്മൾ ഒരുപാട് ഈ 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന മാതിരി എല്ലാ ടെക്സ്റ്റിനും മൊത്തം ഒന്നും വായിച്ചു പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് PSC എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ടെക്സ്റ്റ് എന്ന് പറയുള്ളൂ. അപ്പൊ ഇവിടെ ഇതിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, വെയിൽ, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവയൊന്നും അന്തരീക്ഷത്തിൽ സ്ഥായിയല്ല. ക്ലിയർ ആയോ? അപ്പം ചൂട്, തണുപ്പ്, മഴ, മഞ്ഞ്, കാറ്റ് ഇതാണ് നമ്മൾ അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങൾ. ഈ പ്രതിഭാസങ്ങളൊന്നും സ്ഥായിയല്ല. സ്ഥായി മീൻസ് സ്ഥിരമല്ല. കാരണം എന്താ? പല സ്ഥലത്തും പലതരത്തിലുള്ള ക്ലൈമറ്റുകളാണ്, പലതരത്തിലുള്ള ദിനാന്തരീക്ഷ സ്ഥിതികളാണ്. ഇതിനെന്താണ് കാരണം? ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നു ദിനാന്തരീക്ഷ എലമെന്റ്സ് ഓഫ് വെതർ ഫസ്റ്റ് എന്താ. അപ്പൊ ഈ എലമെന്റ്സ് ഓഫ് വെതറിൽ ഫസ്റ്റ് പോയിന്റ്, അപ്പൊ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇതാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് വെതർ? ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇനിയിപ്പോ ഇപ്പോഴാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ പിന്നെ ടൈം പോവുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതിയാലും മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കണം. PSC പഠിക്കുന്ന കുട്ടികൾ ബൈഹാർട്ട് അല്ല പഠിക്കേണ്ടത്, മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എവിടുന്ന് വരുന്നാലും പിന്നെ ഒബ്ജക്റ്റീവ് ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആയാലും ആൻസർ നമ്മളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്താന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞവര് വെതർ എന്താണ്? വെതർ മീൻസ് ഒരു നിശ്ചിത പ്രദേശത്ത് ചെറിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില. താപനില എന്ന് പറഞ്ഞാൽ ആ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങൾ, ടെമ്പറേച്ചർ കൂടിയോ കുറഞ്ഞോ ഇങ്ങനെ, അതാണ് താപനില എന്ന് പറയുന്നത്. പിന്നെ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കാറ്റുകള്, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ഇങ്ങനെ തുടങ്ങിയ സാഹചര്യങ്ങളെ എന്താണ് വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് പറയണം? ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പൊ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന അതായത് ചൂടോ തണുപ്പോ, ചൂടിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകള്, അവിടെ പ്രഷറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള്, ആ പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ കാറ്റുകൾ ഉണ്ടാവുന്നു, പിന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന വെള്ളത്തിന്റെ അളവുകള്, മഴ പെയ്യുന്നതിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ വെതർ എന്ന് പറയും. അടുത്തത് പറയുന്നത് ഒരു വിശാലമായ ഭൂപ്രദേശം അല്ലെങ്കിൽ ഒരു ലാർജ് ഏരിയ ഓഫ് ഒരു സ്ഥലത്ത് ഒരു ലാർജ് ടൈമിലേക്ക് നടക്കുകയാണെങ്കിൽ അതിനെ അങ്ങനെ ഒരു വെതർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറയും. ഇത്രയാണ് അവിടെ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കുക, ഏകദേശം 35 മുതൽ 40 വർഷകാലത്തെ ദിനാന്തരീക്ഷ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലൈമറ്റ് പറഞ്ഞ ലാർജ് ഏരിയയില് ലാർജ് ടൈമിലേക്ക് നടക്കുന്നതിനാണ് ക്ലൈമറ്റ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് 35 വർഷം മുതൽ 40 വർഷം വരെ
അവിടുത്തെ വെതർ എങ്ങനെയാണോ അതാണ് അവിടുത്തെ ക്ലൈമറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് അപ്പോൾ വെതറും ക്ലൈമറ്റും ഇന്റർ കണക്റ്റഡ് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 35 മുതൽ 40 വർഷം വരെ ഒരു ദിനാന്തരീക്ഷ സ്ഥിതി എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കാലാവസ്ഥ. ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ച് ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉള്ള വസ്ത്രധാരണത്തിലും ആഹാരക്രമത്തിലും ഭവന നിർമ്മാണത്തിലും തൊഴിലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ആർട്ടിക് അന്റാർട്ടിക് റീജിയനിലുള്ള സ്ഥലത്തൊക്കെ ഈ ഫുൾ ടൈം തണുപ്പായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അവർ എപ്പോഴും വൂളൻ ക്ലോത്ത്സ് ഒക്കെ ധരിച്ചുകൊണ്ടിരിക്കണം. ഫുഡിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള ഹെവി മീറ്റ് ഒക്കെ ആയിരിക്കും കഴിക്കുക, ശരീരത്തിൽ ചൂടുണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആൽക്കഹോളിക് കൺസംഷൻ ഒക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പൊ രാജസ്ഥാൻ പോലെ അല്ലെ ആഫ്രിക്ക പോലെയുള്ള കൺട്രികളിലാണെങ്കിൽ അവർക്ക് വൂളൻ ക്ലോത്ത് ധരിച്ച് നടക്കാൻ പറ്റുമോ? അവിടെ എന്താ സ്ഥിതി? അവിടെ എപ്പോഴും ചൂടായിരിക്കും അല്ലെ. അപ്പൊ അവർ കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും ധരിക്കുക. അപ്പൊ കാലാവസ്ഥ മനുഷ്യന്റെ വസ്ത്രധാരണത്തെയും ആഹാരക്രമത്തെയും ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലായി. അതേപോലെ വീടുകള്, എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലത്തുള്ള വീടുകളാണെങ്കിൽ ഇങ്ങനെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് എപ്പോഴും ഈ മഴയെന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്കും വീടുകൾ ഉണ്ടാക്കുക. ഇപ്പൊ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻ പോലത്തെ സ്ഥലത്താണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വീടുകൾക്ക് പറയുന്ന പേരെന്താ? ഐസ് കൊണ്ട് ആ വീട് ഉണ്ടാക്കുക. ആ വീടിനൊരു പേരുണ്ട്, ഇഗ്ലു. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ. അപ്പൊ ഇഗ്ലു ടൈപ്പ് ഓഫ് വീടുകളാണ് അവിടെ ഉണ്ടാക്കുക. അപ്പൊ കാലാവസ്ഥയല്ല ഇതിനും കാരണം? വസ്ത്രധാരണത്തിനും ഭക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനും ഒക്കെ കാരണം എന്താണ്? കാലാവസ്ഥയാ. തൊഴിലും കാലാവസ്ഥയായിട്ട് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സാധന. ഇങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ രാത്രികാലങ്ങളിലേക്ക് അധികം ജോലിക്ക് ആളുകൾ പോവാ, അല്ലെങ്കിൽ ഉച്ചക്ക് ചൂട് കൂടുമ്പോഴേക്ക് അവർ ജോലി നിർത്തി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് ആകുമ്പോൾ ജോലിയുടെ ടൈമിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല സാധനവും ക്ലൈമറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ. അടുത്തത് അതിൽ പറയുന്ന പ്രധാന ഒരു പോയിന്റ് കാർഷിക വൃത്തി എന്നുള്ളൊരു സാധനമാണ്. മുഖ്യമായും കാലാവസ്ഥക്ക് അനുസൃതമാണെന്നുള്ളത്. അപ്പൊ ലോകത്തെവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും ഏതൊരു കൾച്ചർ നോക്കിയതാണെങ്കിലും ആ കൾച്ചറൊക്കെ ഫ്ലറിഷ് ചെയ്ത് വന്നത് എപ്പോഴും നദീതടങ്ങളിലായിരിക്കും അല്ലെ. കാരണം എന്തായിരിക്കും? ഫെർട്ടിലൈസ് ആയിട്ടുള്ള മണ്ണ്, ജലത്തിന്റെ ലഭ്യത ഒക്കെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇതും ജലത്തിന്റെ ലഭ്യതയും മണ്ണ് ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിലൊക്കെ നദികളൊക്കെ എന്ത് വേണം? മഴ വേണം, അല്ലെ വെള്ളത്തിന്റെ ലഭ്യത വേണം. അപ്പൊ അതും ക്ലൈമറ്റ് ആയിട്ട് ഇന്റർ കണക്റ്റഡാ. അപ്പൊ കൃഷിയും ഒക്കെ എല്ലാ രാജ്യങ്ങളെ കൃഷിയാണെങ്കിലും അത് മഴയായിട്ട് കണക്റ്റഡാ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, കേരളത്തില് മൺസൂണില് നമുക്ക് ഒരുപാട് മൺസൂണിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ കൃഷി, നമുക്കറിയാം. പക്ഷെ ഈ മൺസൂൺ മഴ എവിടെ കിട്ടുന്നില്ല? തമിഴ്നാട്ടിൽ കിട്ടുന്നില്ല. അപ്പൊ അവിടെ കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പൊ മൺസൂൺ മഴ അവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ ഇറിഗേഷൻ പ്രൊജക്ട് വഴിയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ അവർക്കുള്ളത് തുലാവർഷത്തിലെ മഴ മാത്രമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ അല്ല, വസ്ത്രധാരണത്തെ അല്ല, ഭവനത്തെ അല്ല, ഒട്ടുമിക്ക എല്ലാ സംഗതികളെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇതാണ് ആ ഭാഗത്ത് വരുന്നത്. പിന്നെ പ്രധാനമായി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പം ഇവിടെ നോക്ക്, ഒരു ബ്ലൂ ഒരു ബ്രാക്കറ്റിൽ കൊടുത്ത കണ്ടോ, ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അഥവാ IMD. അതിൽ നമുക്കുള്ളൊരു പോയിന്റ്, നമുക്ക് എക്സാം പോയിന്റിൽ നമുക്കൊരു മാർക്ക് കിട്ടാനുള്ളത് IMDയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് ഡൽഹിയാണ്. എന്താണ് IMD പറഞ്ഞാൽ? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. എന്താ കാലാവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താ? മെറ്ററോളജി. മെറ്റീരിയോളജി അല്ലെ പറയും അല്ലെ. അപ്പൊ ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹിയിൽ. അപ്പൊ അത് ഒരു മാർക്കിനുള്ളതാണ്, അവിടെ എഴുതി വെക്കുക. അടുത്ത നോക്ക്, അന്തരീക്ഷ താപനില അഥവാ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റും ആണ്, കുറച്ചൊരു ടഫസ്റ്റ് ഒരു ഭാഗമാണ്. നന്നായിട്ട് ആലോചിച്ചിരുന്നാൽ എനിക്കത് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് ഒരു പോയിന്റ് കണ്ടോ, സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ്. കണ്ടില്ലേ? ഇതൊരു എക്സാമിന് ചോദിച്ചതാട്ടോ, PSCന്റെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സംഗതിയാണ്. ഏതാണ്? സൂര്യൻ.
സൂര്യൻ. ആ ഒരു പോയിന്റ് എഴുതി വെക്കട്ടോ. അപ്പൊ നമുക്കറിയാം സൂര്യനെ കുറിച്ചിട്ട്, സൂര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാലോ. ജിതിന് അറിയാം, അർഷിക്ക് അറിയാം, ശ്രുതിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവർക്കും ഓരോ മാർക്ക് കിട്ടിയോടെ അല്ലെ. അപ്പൊ സൂര്യനിൽ രണ്ട് വിധം ന്യൂക്ലിയർ അല്ലെങ്കിൽ രണ്ട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അവിടെ. ഇതിൽ നമ്മൾ പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട് അണുസംയോജൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനിൽ അത് ഊർജ്ജം സംഭരിക്കുകയും ന്യൂക്ലിയർ ഫിഷൻ വഴി ആ ഊർജ്ജം പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ഊർജ്ജം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ കൊടുത്തത്, ന്യൂക്ലിയർ ഫിഷൻ വഴി. അപ്പൊ എന്തെന്നായാലും ഭൂമിയിലേക്ക് വെളിച്ചമായിട്ടും താപമായിട്ടും ഒക്കെ ഊർജ്ജം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പൊ ഈ സൂര്യന് എങ്ങനെ ഊർജ്ജം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ന്യൂക്ലിയർ ഫിഷൻ വഴി. അതും എക്സാമിന് ചോദിച്ച ഫിസിക്സിൽ ഒരു ചോദ്യം. സൂര്യനിൽ എങ്ങനെ ഊർജ്ജം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ വഴി കേട്ടോ. സോറി, ഫിഷൻ അല്ല, ഫ്യൂഷൻ വഴി. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരാ. ഫ്യൂഷൻ വഴി, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ അടുത്ത പേജിലേക്ക് പോവേ. അപ്പൊ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഉള്ള ബോക്സിൽ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ളതുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫിസിക്സിന്റെ ഭാഗമാണ്, നമ്മൾ ഇവിടെ പറയണ്ട. പിന്നെ അടുത്തതിൽ നമ്മൾ പോകുന്നത് ഇൻസുലേഷൻ. എന്താണ് ഇൻസുലേഷൻ? അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇൻസുലേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി വൻതോതിൽ രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ചെറിയ തരംഗം, ഹസ്തതരംഗം പറഞ്ഞാൽ ഷോർട്ടാണ്, ചെറുതാണ്. അപ്പൊ തരംഗങ്ങളായിട്ട് വികിരണം ചെയ്യപ്പെടുന്നു. വികിരണം മീൻസ് സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ സൂര്യനിൽ നിന്നുള്ള വികിരണം അതിൽ ഏകദേശം 200 ദശലക്ഷത്തിലധികം എന്തുണ്ട് സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജം ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഭൂമിയിലേക്ക് വെളിച്ചമായിട്ടും ചൂടായിട്ടും എത്തുന്നുള്ളൂ. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് സൂര്യന്റെ കിരണങ്ങൾ എത്തുന്ന ആ ഒരു പ്രോസസ്സിന്റെ അളവ്, അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നതിന്റെ ഒരു യൂണിറ്റിനെ ശരിക്കും എന്താ പറയാ, നമ്മള് ഇൻസുലേഷൻ എന്നാണ് പറയാ. ഒന്നുമില്ല, സൂര്യനിലുള്ള ചൂട് അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ ഊർജം എന്താവട്ടെ, ഇത് എത്ര പെർസെൻറ്റേജ് ആണോ ഭൂമിയിലേക്ക് എത്തുന്നത്, ആ ഒരു പെർസെൻറ്റേജിന് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലേഷൻ. അപ്പൊ നോട്ടിലൊക്കെ ആ ഇൻസുലേഷൻ എന്താന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഓക്കെ. പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ് വികിരണം. വികിരണം എന്താന്ന് എക്സാമിന് ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കണം, ഭൂമിയിൽ നമ്മൾ പറയും ഭൂമി സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ പകലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പകൽ സമയത്ത് വെളിച്ചമുണ്ട്, ചൂടുണ്ട്, എല്ലാം ഉണ്ട്. അത് ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് രൂപത്തിലാണ്? ഇപ്പൊ സൂര്യനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റ് ആവട്ടെ, അതേപോലെ എനർജി ആവട്ടെ, ഇതെങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തുന്നത്? അപ്പൊ അധികവും ഈ എനർജി ഹീറ്റിന്റെ രൂപത്തിലേക്കാണ് ഭൂമിയിലെത്തുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ ഇവിടെ ഈ ഒരു ശ്രദ്ധിക്കട്ടോ, നമ്മൾ ഈ ഒരു എന്താ പറയാ പാരഗ്രാഫ് നോക്കുക. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നു. തുടർന്ന് താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് താപന പ്രക്രിയ. അതൊന്നും നിങ്ങൾ വായിച്ച് കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ചൂട്, കറക്റ്റ് പറഞ്ഞാൽ ചൂട് ഭൂമിയിലേക്ക് എത്തിയിട്ട് അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് ഭൂമിയിൽ വ്യാപിക്കുന്നത് എന്നാണ് ഈ 4 കാര്യങ്ങൾ കൊണ്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിൽ നമ്മൾ ഫിസിക്സിലും ഈ ഒരു ഭാഗം പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, താപചാലനം, അതേപോലെ സംവഹനം, അഭിവഹനം, വികിരണം. ശ്രദ്ധിക്കണേ, താപചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം അഥവാ കൺവെൻഷൻ, അഭിവഹനം അഥവാ അഡ്വെൻഷൻ, വികിരണം അഥവാ റേഡിയേഷൻ. ഇത് 4 എക്സാമിന് പല വർഷങ്ങളായിട്ട് പല തവണകളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ചൂട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സുകളാണ് ഇത് 4. ഇവിടെ സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ എത്തിയിട്ട് അത് എങ്ങനെയൊക്കെയാണ് ഭൂമിയിൽ ട്രാൻസ്ഫർ ആവുന്നതെന്നാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോട്ടിലൊക്കെ കറക്റ്റ് എഴുതി വെക്കണേ. പിന്നെ നോട്ട് ഇല്ലാന്ന്, പിന്നെ ചില കുട്ടികൾ എന്താ പറയോ, ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം അറിയാന്ന് വിചാരിക്കും, പിന്നെ നോട്ടിലൊക്കെ ഒന്നും എഴുതി വെക്കൂല. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് എഴുതുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും നിങ്ങൾക്ക് കേട്ടോ. ഫസ്റ്റ് നോക്കുക, എന്താണ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്താ? താപചാലനം എന്താ?
ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. എന്താണ്? ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനത്തിലെ താപം പകരുന്നു. അടുത്തത് നോക്ക്, 4 ഒന്നിച്ച് പറഞ്ഞിട്ട് പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് കൂടുതൽ ഉയരത്തിൽ താപം വ്യാപിക്കുന്ന സംവഹനം, കാറ്റിലൂടെ തിരശ്ചീന താപം വ്യാപിക്കുന്നത് അഭിവഹനം, ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളുന്ന വികിരണം. സംഭവം ഫസ്റ്റ് താപം അല്ലെങ്കിൽ ചൂട് വരും. ഈ ചൂട് വരുമ്പോൾ ഭൂമിയിലേക്ക് അത് തട്ടും. ഈ തട്ടിയിട്ട് ആ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഭാഗം ചൂട് പിടിക്കുന്നതിനെ പറയുന്ന പേരാണ് താപചാലനം അഥവാ കണ്ടൻഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഭൂമി ചൂട് പിടിക്കുമ്പോൾ ഭൂമിയിലോട് അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ വായു ചൂട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? വായുവിന് ഭാരം കുറഞ്ഞ് മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോകുമ്പോൾ അതിന് നമ്മൾ സംവഹനം എന്ന് പറയും. അത് കഴിഞ്ഞ് കാറ്റ് അല്ലെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും ഡിഫ്യൂഷൻ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിക്കുമ്പോൾ അതിനെ നമ്മൾ അഭിവഹനം എന്ന് പറയും. അപ്പോൾ കണ്ടൻഷൻ ആയ സാധനം സംവഹനം കൺവെൻഷനോട് കുറച്ച് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ അഭിവഹനം വഴി എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിച്ച് പിന്നീട് അത് ഭൗമോപരിതലം മുഴുവനും ദീർഘതരംഗങ്ങളായിട്ട് പോയി വ്യാപിക്കുന്ന പ്രക്രിയയെ നമ്മൾ വികിരണം എന്നും പറയും. അപ്പം 4 1 1 1 1 കണക്റ്റഡ് ആണെന്ന് അർത്ഥം. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാവോ? ഒന്നുകൂടെ പറയാം. സൂര്യനിൽ വരുന്ന സൂര്യകിരണങ്ങളില്ലേ, സൂര്യരശ്മികള്, സൂര്യന്റെ ചൂട്, സൂര്യരശ്മികള് ആദ്യം, അതായത് കുത്തനാണ് സൂര്യരശ്മി പതിക്കുക. മനസ്സിലായോ? സൂര്യന്റെ കിരണങ്ങള് കുത്തനെ പതിക്കും. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞു വന്നിട്ടാണ് കുത്തനെ പതിക്കുക. അപ്പൊ സ്ട്രോങ് ആയിട്ട് വരിക താഴത്തേക്കാണ്. അപ്പൊ ഇത് വരുന്ന പാത്തില് സൂര്യന്റെ ചൂട് അധികം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ ചൂടുണ്ടാവാത്തത്. അവിടുന്ന് വരുന്ന നേരെ കുത്തനെ പതിക്കുന്ന ഭാഗത്താണ് വളരെയധികം ചൂടുണ്ടാവുക. ഈ പതിക്കുന്ന ഭാഗത്ത് ചൂട് പിടിക്കുന്നതിനെയാണ് നമ്മൾ താപചാലനം എന്ന് പറയാം. അപ്പൊ ഒരു ഭാഗത്ത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ അവിടുത്തെ വായു ചൂട് പിടിക്കുമ്പോൾ അവിടുത്തെ വായുവിന് ഭാരം കുറഞ്ഞിട്ട് ആ കുറച്ച് പിന്നെയും മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ അതിന് എല്ലാ ഭാഗത്തെയും ഡിഫ്യൂഷൻ ആയിട്ട് വ്യാപിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അഡ്വെൻഷൻ. അങ്ങനെ വ്യാപിച്ചിട്ട് പിന്നെ അത് വ്യാപിച്ച് മുകളിലേക്ക് എല്ലാ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എല്ലാ ഭാഗത്തും ചൂടായി. ഇതിനെ നമ്മൾ പറയാണ് റേഡിയേഷൻ അഥവാ വികിരണം. ഓക്കെ, അപ്പൊ ഇതാണ് അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ. ഈ താപചാലനം കണ്ടക്ഷന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പാത്രത്തില് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ അടുപ്പിൽ വെക്കൂലേ, വെച്ച് കുറച്ച് കഴിഞ്ഞപാട് വെള്ളം ഇങ്ങനെ ചൂട് പിടിക്കും അല്ലെ? ചൂട് പിടിക്കുമ്പോൾ ആദ്യം പാത്രത്തില് പിന്നെ താഴത്തെ ഭാഗത്ത് മാത്രമായിരിക്കും ചൂട്. പിന്നെ ആ ചൂട് മുകളിലേക്ക് ഇങ്ങനെ വരികയല്ലേ ചെയ്യാ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പാത്രം നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, അപ്പോഴേക്ക് ചൂട് മുഴുവൻ ആ പാത്രത്തിൽ ഫുള്ള് ചൂടായിട്ട് വരും. അതേപോലെ ചാലനം കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആ പാത്രത്തിന് താഴെ മാത്രം ചൂട് പിടിച്ചാൽ നമുക്ക് ശരിക്കും കണ്ടക്ഷൻ എന്ന് പറയാം. അത് കുറച്ചുകൂടെ മുകളിലേക്ക് ചൂട് പിടിച്ച് വരുമ്പോൾ കൺവെൻഷൻ എന്ന് പറയാം. അതിന് നീരാവി വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? അഭിവഹനം എന്ന് പറയാം. അത് എല്ലാ ഭാഗത്തേക്കും തിളച്ച് മറിഞ്ഞ് ആ കാറ്റ് എല്ലാ സ്ഥലത്തേക്കും ചൂട്, അതായത് അതിന്റെ ചുറ്റുപാടൊക്കെ ചൂടായിരിക്കും. പിന്നെ ആ ഭാഗത്ത് നമുക്ക് റേഡിയേഷൻ എന്നും പറയാലോ ശരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ. പിന്നെ അടുത്തതാണ് ഭൂമിയുടെ താപ ബജറ്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. എന്താണ് താപ ബജറ്റ്? ഈ താപ ബജറ്റ് ആയിട്ട് കണക്ട് ചെയ്ത സാധനമാണ് ശരിക്കും ഹരിതഗൃഹ പ്രഭാവലില് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം. ഇതുവരെ എടുത്തതൊക്കെ ക്ലിയർ ആണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ബാക്കി ഇതൊക്കെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി വരും നിങ്ങൾക്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിന്ന്? എല്ലാവരും തമ്പിട്ടുണ്ട്, അങ്ങനെ മനസ്സിലായി. അപ്പൊ നമ്മൾ വീണ്ടും സൂര്യനും ഭൂമിയും തന്നെ അടുത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓക്കെ ദീനി, താങ്ക് യു. ഇവിടെ സൂര്യനാണ്, ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ മാതിരി ഭൂമിക്ക് ജിയോയുടെ ആകൃതിയാണ്. ഒരു അല്പം പിന്നെ അതിന്റെ അച്ചുതണ്ടിൽ ചെരിവുണ്ട് അല്ലെ? കറക്റ്റ് ഇങ്ങനെ ഒരു കോഴിമുട്ടൻ ആകൃതിയിലല്ല ഭൂമി നിൽക്കുന്നത്, അല്പം ചെരിഞ്ഞുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ വരുന്ന രശ്മികള് ചെരിഞ്ഞിട്ടാണ് പല സ്ഥലത്ത് ഭൂമിയിൽ പതിക്കുക. നമ്മൾ വീണ്ടും ഒന്ന് ആ ഒരു താഴത്തേക്കുള്ള ഭൂമിന്റെ പിക്ചറിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നോക്കുക, ഉണ്ടല്ലേ?
അപ്പം ഇവിടെ ഇങ്ങനെ സൂര്യനിലുള്ള രശ്മികള് ഇപ്പം ഇവിടെ നോക്കുക. യെസ്, 23.5 ചെരിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കാം, ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ എന്നൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ ഭൂമിയിൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികള് പതിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കില്ല, ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ പതിക്കുന്നത് വളരെയധികം സ്ട്രോങ്ങിലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, അവിടെ ചൂട് കൂടുതലായിരിക്കും. ഉത്തരായന രേഖ പ്രദേശത്ത് കുറച്ചും കൂടെ ചെരിവ് കുറവായിരിക്കും, അവിടെ ഒരു മിതോഷ്ണ മേഖലയായിരിക്കും. ഇവിടേക്ക് വരുമ്പോൾ വളരെ ചെരിഞ്ഞിട്ടാണ് പതിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അതിനെ കാണിക്കാൻ ഞാൻ അടുത്തൊരു തരം ഇവിടെ നോക്കാം, ഇത് നോക്കാം, ഇതിൽ കണ്ടില്ലേ, ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യന് പതിക്കുന്ന ഭാഗത്ത് ഉഷ്ണമേഖല എന്നാ പറയാം. അപ്പൊ 0 ഡിഗ്രിക്ക് ഇരുവശങ്ങളിലേക്കായിട്ട്, അതായത് വടക്കോട്ടും തെക്കോട്ടും ഉഷ്ണമേഖലാ പ്രദേശമാണ്. നമ്മുടെ മനസ്സിലാക്കുക, ഭൂമധ്യരേഖ ഞാൻ നേരത്തെ പറഞ്ഞു 0 ഡിഗ്രി ഭൂമധ്യരേഖ, അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലുമായിട്ട് 23.5 ഡിഗ്രി വരെ 2 വശങ്ങളിലുമായിട്ട് സൂര്യരശ്മികൾ കുത്തനെ പതിക്കുന്നത് കൊണ്ട് അവിടെ ഉഷ്ണമേഖലാ പ്രദേശമാണ്, അവിടെ ചൂട് കൂടുതലാണ്. ആ പ്രദേശത്ത് വരുന്ന രാജ്യങ്ങളിലെല്ലാം ചൂട് കൂടുതലാണ്. ക്ലിയർ ആണോ? അടുത്ത നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, ഉത്തര ശൈത്യമേഖല, അതായത് 66 ഡിഗ്രി വടക്കും അതേപോലെ ദക്ഷിണ ശൈത്യമേഖല. ഇവിടെ സൂര്യന്റെ രശ്മികൾ വളരെ ചെരിഞ്ഞാണ് പതിക്കുക. അപ്പൊ അതുകൂടെ താരതമ്യേന അവിടെ തണുപ്പാണ്. ഉണ്ടല്ലേ, ഇവിടെ എപ്പോഴും ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, കാരണം സൂര്യരശ്മികൾ അങ്ങനെ കുത്തനെ പതിക്കുന്നേ ഇല്ല, വളരെ ചരിഞ്ഞ രീതിയിലാണ്. അപ്പൊ അവിടെ ചൂട് കുറവായതുകൊണ്ട് അവിടെ എപ്പോഴും ഐസ് മൂടിക്കിടക്കുന്നത്. ഈ 2 മേഖലകളിൽ ആർട്ടിക് ധ്രുവം, അന്റാർട്ടിക് ധ്രുവം, ഉത്തര ധ്രുവം അഥവാ ദക്ഷിണ ധ്രുവം ഒക്കെ 2 സൈഡിലും തണുപ്പ് ഉണ്ടാവാൻ കാരണം സൂര്യരശ്മികളുള്ള പതിക്കുന്നതിലുള്ള വ്യത്യാസത്തിലാണ്. പിന്നെ ഇവിടെ നോക്കുക, ഉത്തര മിതോഷ്ണ മേഖല, ദക്ഷിണ മിതോഷ്ണ മേഖല. അതായത് ഉഷ്ണമേഖലയ്ക്കും ശൈത്യമേഖലയ്ക്കും ഇടയിലായിട്ട് വരുന്നതാണ് ഉത്തര മിതോഷ്ണ മേഖല. അതേപോലെ ഉഷ്ണമേഖലയ്ക്കും ദക്ഷിണ ശൈത്യമേഖലയ്ക്കും ഇടയായിട്ട് വരുന്നതാണ് ദക്ഷിണ മിതോഷ്ണ മേഖല. ഇവിടെ താരതമ്യേന ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും, ഓവർ തണുപ്പുമല്ല ഓവർ ചൂടും അല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ 2 മേഖല, ഈ യെല്ലോ കളറുള്ള മേഖലകളിലുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും എപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ രീതിയിലാണ് ഈ ഭാഗത്ത് വരുന്ന കൺട്രികളിൽ ഈ രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് വരികയാണ്, നമ്മൾ താപ ബജറ്റിലേക്ക് വരികയാണ്. എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ ബജറ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഇവിടെ ബജറ്റ്? എക്കണോമിക്സ് ബജറ്റ് പറഞ്ഞു. ഒരു വർഷത്തേക്കുള്ള കണക്കെടുപ്പ് പോലെ പറയുന്നത്. വെരി ഗുഡ് അല്ലെ. നമ്മളിവിടെ എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്തോ കണക്കും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ബജറ്റ് എന്ന് പറയുന്നത്. ആ കണക്കുകളാണ് നമ്മളിവിടെ പറയാൻ പോണത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്ര ശതമാനം. വെരി ഗുഡ്, എക്കണോമിക്സിലുള്ളതാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഈ ഒരു ഇത് കണ്ടില്ലേ, ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഐസൊലേഷൻ, എന്തായിരുന്നു പറഞ്ഞ ആ ഭാഗം? ഇൻസൊലേഷൻ, സോറി, ഐസൊലേഷൻ അല്ല, ഇൻസൊലേഷൻ. ഇൻസൊലേഷനിൽ നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്ന് രശ്മികൾ ഭൂമിയിലേക്ക് എത്തുന്ന അളവിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ആ ഇൻസുലേഷന്റെ ഒരു അളവിനെ നമ്മൾ 100% കണക്കാക്കുകയാണെങ്കിൽ, അതായത് ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശം ഒരു 100% യൂണിറ്റ് ആണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഭൂമിയിലേക്ക് എങ്ങനെ വരുന്നു, ഭൂമിയിൽ നിന്ന് അതെങ്ങനെ തിരിച്ചു പോകുന്നു, ഇതിന്റെ ഒരു കണക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, താപ ബജറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? താപം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. എന്താണ് ടെമ്പറേച്ചർ? താപം ഈക്വൽ ടു ടെമ്പറേച്ചർ. അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്ക് എവിടുന്നാ കിട്ടുന്നേ? സൂര്യൻ നിന്നാ കിട്ടുന്നേ. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ അത്ര ഫുള്ളായിട്ട് ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി കത്തിക്കരിഞ്ഞൂലേ? അപ്പൊ അതിന് രണ്ടിനെ ഒരു ഈക്വലൈസേഷൻ ചെയ്തിട്ട് നിലനിർത്താന് ഭൂമിയും സൂര്യനും കളിക്കുന്ന ഒരു കളിയെയാണ് നമുക്ക് എന്താ പറയാ, താപ ബജറ്റ് എന്ന് പറയാം. അതിന്റെ ഒരു കണക്കിനെയാണ് നമ്മൾ എന്താ പറയാ, താപ ബജറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം,
അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം 100 യൂണിറ്റ് ആയി സങ്കല്പിച്ച. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല ഈ ചാപ്റ്ററിന് വരാറുള്ളത്. ഈ ചാപ്റ്ററിന് അധികം നമുക്ക് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ ഒബ്ജക്റ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ പറഞ്ഞുതരും കേട്ടോ. അപ്പൊ പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന എല്ലാ ഊർജവും വീണ്ടും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ മാത്രമാണ് ചൂട് ക്രമാതീതമായിട്ട് കുറയാതെ ഇങ്ങനെ ഭൂമി നിലനിർത്തി പോവാൻ, ഭൂമിക്ക് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവാൻ കാരണം. ആ എന്തൊരു സന്തുലിതാവസ്ഥയാണ് നമ്മൾ എന്താ പറയാ, താപ ബജറ്റ് എന്ന് പറയും. ഇവിടെ നോക്കുക, അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം 100 യൂണിറ്റ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോവുകയും, ശ്രദ്ധിക്കണേ, എന്നതിന് ശേഷം നമ്മൾ അതിന് പറഞ്ഞുതരാം, 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51% ഊർജമാണ്. താപചാലനം, സംവഹനം തുടങ്ങിയ പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നേരിട്ടും 45 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്ന് പുനഃവികിരണം ചെയ്യപ്പെടുന്നത് ഭൂമിയും അന്തരീക്ഷം ലഭ്യമായ മുഴുവൻ ഊർജം മടക്കി അയക്കുന്നു. അതായത് സൂര്യൻ ഭൂമിയിലേക്ക് അയക്കുന്ന ഊർജം ഇവിടെ എത്തി, ഇവിടുന്ന് കുറെ ആളുകൾ തിരിച്ചു മറിച്ചെടുത്ത് തിരിച്ച് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് അർത്ഥം. അപ്പൊ അവിടെ നോക്കുക, ഈ സൗരവികിരണത്തിലെ ഫസ്റ്റത്തെ ഈ ഒരു ആരോ മാർക്ക് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ എല്ലാവരും? ഈ ആരോ മാർക്ക് കണ്ടില്ലേ? സൗരവികിരണം. ഈ ആരോ മാർക്ക് വന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നു. കണ്ടോ? ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്ന 51%. അപ്പം സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റിനെ നമ്മൾ 100% ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ 100%ന്ന് 51%ഉം ഭൂമി തന്നെ ആഗിരണം ചെയ്യും. ഭൂമിയുടെ മുകൾ ഭാഗം, അതായത് മലകളായാലും പർവ്വതങ്ങളായാലും സമതലങ്ങളായാലും ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളായാലും ഭൗമോപരിതല 51% ആഗിരണം ചെയ്യും. ബാക്കി എത്ര ഉണ്ട്? 100ൽ 51 കഴിച്ച ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ടോ? 49 അല്ലേ? വെരി ഗുഡ്. 49 ഇവിടെ നോക്കേ, ഇവിടെ നോക്കാം, 14% അല്ലേ? ഇതാ 14% കണ്ടോ? 14% എന്താ പറഞ്ഞത്? മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നു. അപ്പോ ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 14% ഷെയറും സൂര്യൻ്റെത് ആരാ എടുക്കും? മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യും. പിന്നെ ഇവിടെ നോക്കുക, പിന്നെ അതും കഴിച്ചിട്ട് ഇവിടെ നോക്കേ, ഈ 13 പിന്നെന്താ 35% കണ്ടോ? ഇതിൽ 51% ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ, 14% ഇവിടെയും 35% അന്തരീക്ഷം തന്നെ അവിടുന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അന്തരീക്ഷം തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കാണുന്നത്, അതായത് ഭൂമിയിൽ വെളിച്ചം കാണുന്നത് ഇതിങ്ങനെ പ്രതിഫലം റിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ടാണ്. 35% അവിടെ തന്നെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഇത് നമ്മൾ പറയുന്നില്ലേ, ഇത് താഴത്തേക്ക് വരുന്നുണ്ടോ ഇവിടെ. അപ്പൊ ഭൂമിയിൽ എത്തുന്ന ഈ 51%ഉം തിരിച്ച് വീണ്ടും എങ്ങോട്ട് തന്നെ പോവാണ്? തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവാണ്. അതിൽ തിരിച്ചു പോകുമ്പോൾ അതിൽ 34%. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ 14% ആണ് മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്തതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ 34% മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യാം. 34%. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്ന 17%. ചുരുക്കി പറഞ്ഞാൽ 100% ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 100% തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ല? ആവശ്യമുള്ളത് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് പോയിക്കൊണ്ട്, അങ്ങനെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഒരു വലിയ ഒരു ടേം ആണ്, പക്ഷെ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി: പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും പുനഃവികിരണം എന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നതിന് വികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതലം ക്രമാതീതമായി ചൂട് കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്തുന്നു. ഈ താപസന്തുലന പ്രക്രിയയാണ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഹീറ്റ് ബജറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രം അടുത്ത ടേം ഞാൻ പറയുള്ളൂ.
അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക, മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നു പറഞ്ഞില്ല, അതായത് ഭൗമ വികിരണം തിരിച്ചു പോകുന്നതിന് 34% ആഗിരണം ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ കൂടുതൽ ഹീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂട് കൂടി തുടങ്ങും, ഭൂമിയിൽ ചൂട് കൂടാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ ഭൂമിയിൽ ചൂട് കൂടുക എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ, അതായത് സൂര്യന്റെ വികിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയിലും ഈ പൊടിപടലങ്ങളിൽ അല്ലെങ്കിൽ മേഘങ്ങളിൽ ഈ അന്തരീക്ഷ ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കൂടുതൽ ഹീറ്റിനെ അതെന്ത് ചെയ്യും, വലിച്ചെടുക്കും. അപ്പോൾ ചൂട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഹരിതഗൃഹ വാതകങ്ങൾ കുറയ്ക്കുന്നത് ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം. മനസ്സിലായോ ഇല്ലയോ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ, പെട്ടെന്ന് കേൾക്കല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ അധികം ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല. ദിനി കരയുന്നു. സാരല്ലേ ദിനി, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ താപ ബജറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് താപ ബജറ്റ് എന്ന് എക്സാമിന് ചോദിക്കും. താപ ബജറ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ ഹരിതഗൃഹ വാഹനത്തിന് റിലേറ്റഡ് ആണ്. അപ്പം ഹരിതഗൃഹ വാതകം എങ്ങനെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു ചോദിച്ചാൽ അത് ഈ താപ ബജറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് അത്രയും ചൂട് പിടിക്കാൻ കാരണം എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഇതിന് നമ്മളിന്റെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ മാർക്കാണ് പറയാൻ പോണത്. ഇതൊന്ന് വന്നതും ഇതിന് മുന്നേ എക്സാമിന് വന്നതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള രണ്ട് മൂന്ന് മാർക്ക് ഈ ഭാഗത്തുനിന്ന് വരാനുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ താപവികിരണങ്ങള് പിന്നെ എന്താ പറയാ പകൽ സമയത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. അതായത് സൂര്യനോടുള്ള ഒരു അഭിമുഖമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഭൂമിയിൽ ചൂട് കൂടുന്നത്, രാത്രി സമയത്ത് ഭൂമിയിൽ ചൂട് കുറയുന്നുണ്ട്. അപ്പൊ അതിന് കുറെ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ ചൂട് കൂടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ വെളിച്ചം വരിക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ചൂട് വരിക എന്നൊക്കെ പറയണമെങ്കിൽ പിന്നെ എന്താവണം, ഇവിടെതാ സൂര്യോദയം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലേ. സൂര്യോദയം ശ്രദ്ധിച്ചില്ലേ? സൂര്യോദയം, സൂര്യൻ ഉദിച്ച് മുതലാണ് നമുക്ക് സൗരവികിരണം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം, അതായത് ചൂട് ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് PSCന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം ഏതാന്ന് ചോദിക്കും. അപ്പോൾ ഉച്ചക്ക് 2 മണി, അതാണ് അവിടുത്തെ ആൻസർ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ചക്ക് 2 മണി. 2 മണി എന്നല്ല, ഉച്ചക്ക് 2 മണി എന്ന് എഴുതണം കേട്ടോ. ഉച്ചക്ക് 2 മണി. ഓക്കെ, 2 PM. വെരി ഗുഡ്. അപ്പോൾ അതേപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന സമയം ഏതാണ്? ചൂട് ഏറ്റവും കൂടുതൽ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്ന സമയം, താപനില രേഖപ്പെടുത്തുന്ന സമയം ഉച്ചക്ക് 2 മണി. അതേപോലെ ഭൂമിയിൽ ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തുന്ന സമയം ഏതാ? സൂര്യോദയത്തിന് മുമ്പ്. അപ്പൊ നമ്മള് സൂര്യോദയത്തിന് മുമ്പുള്ള ടെമ്പറേച്ചറും ഉച്ചക്ക് 2 മണിക്കുള്ള ടെമ്പറേച്ചറും എടുത്താണ് ആ ദിവസത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, എന്താണ് കാലാവസ്ഥ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് അല്ലെ, ഒരു പ്രദേശത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം പറഞ്ഞു. എവിടെയായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം? ഡൽഹി പറഞ്ഞു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? എന്തായിരുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ? അണുസംയോജനം. അതായത് പിന്നെ ഒരു അണുസംയോജനം എന്തായിരുന്നു? സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലെ. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ആ ഊർജം ഇൻസുലേഷൻ വഴി ഭൂമിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിനെ ഏതൊക്കെ രീതിയിലാണ് വ്യാപിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അന്തരീക്ഷത്തില് ഈ താപം വ്യാപിപ്പിക്കുന്ന രീതികൾ നമ്മൾ പറഞ്ഞു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം വഴി അല്ലെ, അത് നമ്മൾ പറഞ്ഞതാണ്. ഓർമ്മയിലില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഭൂമിയുടെ താപ ബജറ്റ് എന്താണ് എന്നുള്ളത്.
അതായത് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണങ്ങളെ ഭൗമവികിരണം വഴി തിരിച്ചു വിടുന്ന സംഗതികൾ. അപ്പൊ സൂര്യനിൽ വരുന്നതിന് നമ്മൾ സൗരവികിരണം എന്ന് പറയും. അതിനെ ഭൂമി ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചൂട് പിടിപ്പിച്ചിട്ട് തിരിച്ച് ഭൂമിയിൽ നിന്ന് തിരിച്ച് ചൂട് പോകുന്നതിന് നമ്മൾ ഭൗമകിരണം, ഭൂമിയുടെ വികിരണം അഥവാ ഭൗമകിരണം എന്നും പറയും. ഇവിടെ നോക്കുക, സൗരവികിരണം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടാണ്. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂട് മൂലം ഭൂമി ചൂട് പിടിച്ചിട്ട് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ ഭൗമവികിരണം എന്ന് പറയാം. അപ്പൊ ഈ ഭൗമവികിരണത്തെ ഇവിടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ, അപ്പൊ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വിട്ടുപോകരുത്. എന്താണ് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം തിരിച്ച് വികിരണം എന്ന് പറഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് തന്നെ പോകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയാ, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ ഈ താപ ബജറ്റായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഹരിതഗൃഹ വാതകങ്ങൾ എന്താണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാനപ്പെട്ടത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുമ്പോൾ തിരിച്ച് ഭൗമവികിരണം പോകുമ്പോഴോ അല്ലെങ്കിൽ സൗരവികിരണത്തിലൊക്കെ ചൂട് കൂടുതൽ അവര് പിടിച്ചു വെക്കും. അപ്പൊ ഭൂമിയിൽ ചൂട് കൂടാനുള്ള ചാൻസസ് കൂടും. പിന്നെ പറഞ്ഞത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞത് ഉച്ചക്ക് 2 മണിയാണ്. ചൂട് ഏറ്റവും കുറവുള്ളത് എന്തിനാണ്, സൂര്യോദയത്തിന് മുമ്പേ ഉള്ള സമയത്താണ്. ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ടൊക്കെ എഴുതിയിട്ടില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതണം കേട്ടോ. അടുത്ത നമ്മൾ പറയുന്നത് തെർമോമീറ്ററിനെ കുറിച്ചാണ്. എക്സാമിന് ഇതിനു മുൻപ് ഒരുപാട് സമയങ്ങൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തെർമോമീറ്റർ. മാക്സിമം മിനിമം 2 തെർമോമീറ്ററിന്റെ പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. അപ്പൊ തെർമോമീറ്റർ എന്താന്നുള്ളതാണ് ആദ്യം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികളൊന്നല്ല, എല്ലാ കുട്ടികൾക്കും അറിയുന്നതാ അല്ലെ. അന്തരീക്ഷ താപനില അളക്കുന്നതിനെ നമ്മൾ എന്താ പറയാ, അന്തരീക്ഷ താപനില അളക്കുന്ന ഉപകരണത്തെ നമ്മൾ പറയുന്ന പേരാണ് തെർമോമീറ്റർ. എഴുതി വെക്കുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അന്തരീക്ഷ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണത്തെ നമ്മൾ പറയുന്ന പേരാണ് തെർമോമീറ്റർ. ഇപ്പോൾ സാധാരണ 2 തരം തെർമോമീറ്ററുകൾ ഉണ്ട്. മാക്സിമം തെർമോമീറ്ററും മിനിമം തെർമോമീറ്ററും. 2ന്റെ പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മാക്സിമം മിനിമം തെർമോമീറ്റർ രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ താപനില, കൂടിയ താപനില, ഉച്ചക്ക് 2 മണിയിലെ താപനില, സൂര്യോദയത്തിന് മുമ്പുള്ള താപനില, ഇത് രണ്ടും മനസ്സിലാക്കണമെങ്കിൽ 2 തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് എഴുതി വെക്കുക. പിന്നെ ഇവിടെ നോക്കുക, ഈ ഒരു ബ്ലൂ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസസ് കൂടുതലുള്ള ഭാഗം. ഇവിടെ നോക്കുക, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, ഇത് രണ്ടും ഫിസിക്സിലെ ഭാഗമാണ് കേട്ടോ. എന്നാൽ നമുക്കൊന്ന് മനസ്സിലാക്കിയേക്കാൻ. ഇവിടെ നോക്കുക, ഫാരൻഹീറ്റിൽ ജലത്തിന്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഫാരൻഹീറ്റും അതേപോലെ അതുപോലെ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഖരാങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം ഐസാകുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ ഖരാങ്കം എന്ന് പറയാം. ജലം എന്താകുന്നത്, ഐസാവുന്നത്. ക്ലിയർ ആവില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരോ? ഓക്കെ, ഇവിടെ എന്താ മനസ്സിലാവാത്തേ? ജലം ഐസാവുന്ന അതിന് ജലം ഇവിടെ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഖരാങ്കം ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, ഖരാങ്കം. ജലം ഐസാകുന്ന പ്രക്രിയക്ക് നമ്മൾ ഖരാങ്കം എന്ന് പറയാം. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഐസാവോ? ഇല്ല. ഫ്രിഡ്ജിൽ വെള്ളം വെച്ച ഐസാവോ? ഇല്ല. പിന്നെ എവിടെ വെക്കണം? ഫ്രീസറിൽ. ഫ്രീസറും ഫ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉയർന്നതായിട്ടുള്ള ഇത് കൂടുതലും ഫ്രീസറിലും, കുറവുള്ളത് ആ താഴത്തെ ഭാഗത്തും അല്ലേ? മറ്റേ തണുപ്പിന്റെ രീതി ഫ്രീസ് ആവാന്ന് പറയുന്നത് സെൽഷ്യസ്, നമ്മളെ ഇത് ഡിഗ്രി സെൽഷ്യസ് കുറവ് മേലെയും മറ്റേത് താഴെയും അതിന് പറയുന്നതല്ലേ? ദിയ പറഞ്ഞ ശരിയാണോ? ജിത്തു എന്താ പറയണ്ടല്ലോ? തണുപ്പ് കൂടല് എപ്പോഴാ? ടെമ്പറേച്ചർ കൂടുമ്പോഴോ കുറയുമ്പോഴോ? ടെമ്പറേച്ചർ കുറയുമ്പോ.
ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് തണുപ്പ് കൂടുക. തണുപ്പ് അപ്പൊ കൂടുതൽ. 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ നമ്മൾ 0 ഡിഗ്രിയിൽ ഐസ് വെള്ളം ഐസാവും. അപ്പൊ നമ്മൾ വെള്ളം ഖരാങ്കം ഐസ് എന്ന് ആവാൻ പറഞ്ഞ 0 ഡിഗ്രിയില്. വെരി ഗുഡ്. വെള്ളം ഐസ് ആകുന്നതിന് അതിനെ നമ്മൾ ഖരാങ്കം എന്നാ പറയാം. അപ്പൊ ഖരാങ്കം എപ്പോഴും 0 ഡിഗ്രിയാണ്. എവിടെ? സെൽഷ്യസ് സ്കെയിലിൽ. സെൽഷ്യസ് സ്കെയിൽ പറയുമ്പോൾ ഖരാങ്കം 0 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റിൽ പറയുമ്പോൾ ഖരാങ്കം 32 ഡിഗ്രിയാണ്. ഓർത്ത് വെക്കണ, എക്സാമിന് ചോദിക്കും. ഫാരൻഹീറ്റില് ഖരാങ്കം, അതായത് ഫാരൻഹീറ്റ് സ്കെയിൽ ആകുമ്പോൾ 32 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. മറ്റേതിലാവുമ്പോൾ 0 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. സാധാരണ രീതിയിൽ വെള്ളം തിളക്കി എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രി. യെസ്, വെരി ഗുഡ്. 100 ഡിഗ്രിയിലാണ് വെള്ളം തിളക്കുക. അപ്പൊ നമ്മളത് സെൽഷ്യസ് സ്കെയിലിൽ പറയുമ്പോൾ 100 ഡിഗ്രി, ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 212 ഡിഗ്രി കേട്ടോ. ഇവിടെ കണ്ടോ? ഞാനിതാ കണ്ടില്ല ഇവിടെ, അവിടെ. അപ്പൊ 212. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഫിസിക്സ് ആണ്, നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സാധനമല്ല. എങ്കിലും ഒന്നും കൂടെ പറയാണ്, സെൽഷ്യസ് സ്കെയിലിൽ 0 ഡിഗ്രി ആകുമ്പോൾ പിന്നെ ഫാരൻഹീറ്റിൽ 32 ആയിരിക്കും. സെൽഷ്യസ് സ്കെയില് 100 ഡിഗ്രി ആകുമ്പോൾ ഫാരൻഹീറ്റിൽ 212 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മൾ വീണ്ടും ഇതിലേക്ക് വരികയാണ്. മാക്സിമം മിനിമം തെർമോമീറ്റർ പറഞ്ഞു. എന്താണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അന്തരീക്ഷ താപനില അളക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോമീറ്റർ എന്ന് പറയും. ഇനി അടുത്തത് ദൈനിക താപാന്തരം എന്താണ്? എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദൈനിക താപാന്തരം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്ക്രിപ്റ്റീവിലൊക്കെ പറയുമ്പോൾ ഇതിനെയാണ് ദൈനിക താപാന്തരം പറയാ, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം അല്ലേ? അപ്പൊ ഇവിടെ ഒന്നുമില്ല, നമുക്കിപ്പോ പറഞ്ഞു ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ദൈനിക താപാന്തരം. അന്തരം പറഞ്ഞ എന്താ? വ്യത്യാസം. ദൈനിക വെരി ഗുഡ്. അന്തരം പറഞ്ഞാല് വ്യത്യാസം. അപ്പൊ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ താപത്തിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ഒരു ദിവസത്തെ താപത്തിലുള്ള വ്യത്യാസം. ദിവസത്തെ താപത്തിലുള്ള വ്യത്യാസം എങ്ങനെ കാണുക? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. അപ്പൊ കൂടിയ താപനില ഏത് സമയത്തുള്ളതായിരുന്നു? ഉച്ചക്ക് 2 മണിക്കുള്ള താപനില നോക്കുക, സൂര്യോദയത്തിന് മുമ്പുള്ള താപനിലയും നോക്കിക്കഴിഞ്ഞാല് ആ ദിവസത്തെ ദൈനിക താപാന്തരം മനസ്സിലാക്കുക. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, താപാന്തരം തന്നെയാണോ ചോദിക്കുന്നതെന്ന്. അടുത്ത നോക്കുക, ഒരു ദിവസത്തെ ശരാശരി താപനില എന്നത് ദൈനിക ശരാശരി താപനില. അപ്പൊ നമ്മൾ താപാന്തരം ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ശരാശരി കാണണമെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ശരാശരി കിട്ടും അല്ലേ? എത്രയാണോ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ ആ നമ്പർ അല്ലേ സാധാരണ ശരാശരിക്ക്. അപ്പൊ ഇവിടെ 2 സംഗതികളാണ് ഉള്ളത്. അതിനെ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി കിട്ടും. ഇപ്പൊ ദൈനിക ശരാശരി താപനില കാണണമെങ്കിൽ രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. താപാന്തരം കിട്ടണമെങ്കിൽ 2 തമ്മിൽ മൈനസ് ചെയ്യണം. നന്നായിട്ടൊന്ന് വായിച്ചു വെക്കാം ഭാഗം. ഓക്കെ, തെറ്റിപ്പോരുതേ. ഇത് നിറതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നോണ്ടേ ചിലപ്പോൾ ശരാശരി ഒന്നും ആരെ കണ്ണിലും കാണൂല ക്വസ്റ്റ്യൻ പേപ്പറിലെ. അപ്പൊ താപാന്തരാണെന്ന് വിചാരിച്ചിട്ട് അത് പോയിട്ട് ചിലപ്പോൾ ഡിജിറ്റ് ഒക്കെ തന്നിട്ട് ആൻസർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറയാം. കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ബോക്സിലുള്ള ഭാഗം നോക്ക്, ഇതിലൊരു മാർക്ക് ഉണ്ട് കേട്ടോ. ഒരു മാർക്കല്ല, 2 മാർക്ക് ഇതിലുണ്ട്. ചൂടും താപനിലയും എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ജൂളിന്റെ അതായത് താപത്തിന്റെ ഊർജത്തിന്റെ ഏകകം എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. താപം ജൂളിലാണ് പറയാ. അതേപോലെ ഡിഗ്രി സെൽഷ്യസിലെ ഫാരൻഹീറ്റില് കെൽവിനിലൊക്കെ പറയും. ഇതൊക്കെ ഫിസിക്സിലെ ഭാഗം, അത് നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കേ, ഒരു പ്രദേശത്തെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ദൈനിക താപാന്തരം എത്രയായിരിക്കും? 8. വെരി ഗുഡ്, 8. ഇത് ശരാശരി എത്രയായിരിക്കും? 4. 4. 8/2 അല്ല, 36 + 28/2. അപ്പൊ എത്ര വരും? 8.
62/2 അങ്ങനല്ലേ വരിക? 31 വരിക. ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 31. വെരി ഗുഡ്. 31. അങ്ങനെ മനക്കണക്കൊക്കെ ചെയ്തിട്ട് ആൻസർ കിട്ടണം കേട്ടോ. ഒരു പോയിന്റ് മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ടൊക്കെ മാത്സിന് ആൻസർ ചെയ്യണം നിങ്ങള്. 32 അല്ലല്ലോ, 31 സാരില്ല, അത് പിന്നെ ചെയ്തോ, ടെൻഷനില്ല. അടുത്ത നമ്മൾ ഐസോതേംസ് എന്താണെന്ന്, ഐസോതേംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഐസോതേംസ്. വെരി ഗുഡ് ഹർഷ. ഹർഷ ഇപ്പൊ ആൻസറിലെത്തി വരികയാണ്. ഓക്കെ, ഞങ്ങൾ ആരും കാണുന്നില്ല. എന്തായാലും നമ്മൾ അടുത്തത് ഐസോതേംസ് എക്സാമിന് ചോദിച്ചതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് PYQ ആണ്, റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. RPQ എന്ന് പറയും. RPQ സമതാപ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ സൂര്യന്റെ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, പല സ്ഥലങ്ങളിലും സൂര്യന്റെ താപനിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ പ്രദേശത്തും രേഖപ്പെടുന്ന താപനില ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തും. അങ്ങനെ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകളൊക്കെ വരയ്ക്കും. ഈ സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്താ പറയാ, സമതാപ രേഖകൾ. സമ മീൻസ് സെയിം, താപം മീൻസ് ഹീറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ സെയിം ആയിട്ടുള്ള ഹീറ്റ് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരുത്തുന്ന രേഖകളെയാണ് നമ്മൾ ഐസോതേംസ് അഥവാ സമതാപ രേഖകൾ എന്ന് പറയാം. നോക്കുക അല്ലെ, ഇതിൽ കണ്ടില്ല, ബ്ലാക്ക് കളറിലൊക്കെ ഉള്ളത് എന്താണ്, ഐസോതേംസ് ആണ്. ഒരേ തരത്തിലുള്ള താപം കാണപ്പെടുന്ന രേഖകളെ വരയ്ക്കുന്നതാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട, എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചു പോയിക്കോട്ടെ, നമുക്കിത് മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും താപനിലയിൽ വ്യത്യാസം വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇത് വെച്ച് കാണിച്ചെന്നില്ലായിരുന്നു, അതാ അല്ലെ, ഭൂമധ്യരേഖയിൽ നിന്ന് പോകുന്നതിനനുസരിച്ച് താപത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് അവിടുത്തെ കാലാവസ്ഥയിലും ഒക്കെ മാറ്റം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അടുത്തത് നോക്കുക, ഭൂമിയിൽ എല്ലായിടത്തും ഇപ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുക? ഇതാണ് ഈ ചാപ്റ്ററിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ. മനസ്സിലാക്കട്ടോ. ഭൂമിയിലെ എല്ലായിടത്തും ഒരേ താപനിലയല്ല എല്ലാ സ്ഥലത്തും. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഇവിടെ ചൂടുള്ള സമയത്ത് വേറെ സ്ഥലത്ത് എന്തുണ്ടാവും, തണുപ്പായിരിക്കും. അപ്പൊ ഭൂമിയിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള കാലാവസ്ഥകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും വരിക. അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അക്ഷാംശീയ സ്ഥാനങ്ങളിലെ വ്യത്യാസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഓരോന്നും ഞാൻ പോയിന്റ് ആയിട്ട് പറയും കേട്ടോ. കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങള്, ഭൂപ്രകൃതി, അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എല്ലാം എന്താണ്, ഈ ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള താപനില അനുഭവപ്പെടാനുള്ള കാരണം ഇത്രയുമാണ്. ഇതുവരെ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നോട്ടൊക്കെ എഴുതുക. നോട്ട് എഴുതുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും ചിലർക്ക് ജോഗ്രഫി ഒക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, ചിലർ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് മലയാളം മീഡിയത്തിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസങ്ങളൊക്കെ തോന്നാം കേട്ടോ. അപ്പൊ അടുത്ത നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ആണ്, അക്ഷാംശീയ സ്ഥാനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എന്താണ് അക്ഷാംശീയ സ്ഥാനം അഥവാ ലാറ്റിറ്റ്യൂഡ് എന്താണ്. ഇപ്പൊ സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഏറ്റവും വലിയ അക്ഷാംശ രേഖയായ ഭൂമധ്യരേഖ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. അപ്പൊ ഈ ഭൂമധ്യരേഖയിലേക്കാണ് ഭൂമിയിലെ അല്ലെങ്കിൽ സൂര്യനിലെ പ്രകാശം കുത്തനെ പതിക്കുന്നത് കൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശമുള്ള രാജ്യങ്ങളിൽ പൊതുവെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഏകദേശം ഭൂമധ്യരേഖയുടെ അടുത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കോണ്ടിനെന്റ് ആണെന്ന് പറഞ്ഞാൽ ആഫ്രിക്ക കോണ്ടിനെന്റ് ആണ് ഭൂമധ്യരേഖയിൽ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ആഫ്രിക്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഭൂമിയിൽ നമ്മൾ ഇന്ത്യന്റെ ഭാഗമൊക്കെ പറയുമ്പോൾ ഏകദേശം ഭൂമധ്യരേഖയിൽ അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്കും ഭൂമധ്യരേഖയ്ക്കും ഇടയിലായിട്ട് ഭാഗങ്ങളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലും കുറച്ച് ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ കാരണം അതാണ്.
പിന്നെ ഈ ഒരു പോയിന്റ് ഇത് ബുക്കിലെല്ലാം ഇതൊക്കെ ഒന്ന് വരച്ച് വെക്കുക. ആർട്ടിക് വൃത്തത്തിന്റെ പെർസെന്റേജും കാര്യങ്ങളും, വടക്കേതാ തെക്കേതാ ദക്ഷിണ. പിന്നെ ഈ ദക്ഷിണായന രേഖ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോറി, ദക്ഷിണായന ഉത്തരായന രേഖ. അപ്പൊ ഇന്ത്യയിലൂടെ പ്രധാനമായിട്ടും കടന്നു പോകുന്നത് 23.5 വടക്കൻ ഉത്തരായന രേഖയാണ് കടന്നു പോകുന്നത്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ എന്നൊക്കെ ഉള്ളത് ആ ഭാഗം എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഈ ഉത്തരായന രേഖയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് മനസ്സിലാക്കുക. ഓക്കെ, യെസ് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് എക്സാമിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതുമാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചെരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ താപമേഖല. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ സാധനം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇവിടെ നോക്കാം, അടുത്തത് നമ്മൾ ഭൂമിയിൽ വ്യത്യസ്തമായ താപനില ഉണ്ടാവാൻ കാരണത്തിന് പ്രധാനമായിട്ടൊന്നാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ കണ്ടു ഭൂമിയിൽ ഉയർന്ന പ്രദേശമായിട്ട് അല്ലെ മലകളും കുന്നുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ബേസ് ആയിട്ടുള്ള ഈ ബേസ്മെന്റിന് നമ്മൾ പറയാ സമുദ്രനിരക്ക്, എന്താ പറയാ എന്നിട്ട് പറയല് സമുദ്രനിരപ്പ് എന്നാ പറയാം കേട്ടോ. ഈ ബേസ്മെന്റ് യെസ്, വെരി ഗുഡ്. സമുദ്രനിരപ്പ് എന്ന് പറയാം. അപ്പൊ ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സമുദ്രനിരപ്പായിരിക്കും. അതിന്ന് അതിന്റെ മുകളിലേക്ക് ഹയസ്റ്റ് പോകുമ്പോഴാണ് അതിന് നമ്മളിങ്ങനെ ഓരോ ഇതില് മീൻസ് അതിന്റെ ഉയരങ്ങൾ അങ്ങനെയാണ് പറയാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സമുദ്രനിരപ്പില് നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ ഓരോ കിലോമീറ്റർ വ്യത്യാസത്തിലും ക്രമമായ താപനില കുറഞ്ഞിട്ടാണ് വരുന്നത്. താപനഷ്ട നിരക്ക് എന്ന് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു, ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നതും ഓരോ കിലോമീറ്റർ ഉയരത്തിനും എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിരുന്നു നമുക്ക് ചോദ്യം ഉണ്ടായത്. അപ്പൊ അതിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാ പറയാം. അപ്പൊ കൃത്യമായ തോതിലാണ്, അല്ലാതെ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും, 3 കിലോമീറ്റർ അങ്ങനല്ല. കറക്റ്റ് ഓരോ കിലോമീറ്ററിലെ ഇത് ശ്രദ്ധിക്കുക, 6.4 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ താപനിലയിൽ ക്രമേണ വ്യത്യാസം വരുന്നു. അത് കൃത്യമായിട്ടും ആണ് വരുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെരി ഗുഡ് 6.4 ആണ്. 1 കിലോമീറ്ററിന് 6.4. അങ്ങനെയാണ് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പൊ ബേസ്മെന്റ് ലെവൽ സമുദ്രനിരപ്പിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. അവിടുന്ന് ഓരോ കിലോമീറ്റർ ഹൈയിലേക്ക് പോകുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഭൂമിയിലെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള രണ്ടാമത്തെ പോയിന്റ്. ഒന്ന് അക്ഷാംശ രേഖകളുടെ സ്ഥാനം പറഞ്ഞു, രണ്ടാമത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് എഴുതി വെക്കണേ നോട്ടില്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാ? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലായിരുന്നു. ഉയരത്തിലാണ് അല്ലെ. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ പൊതുവെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തിനു പോകുന്നത്, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അല്ലെ, ടൂറിസ്റ്റുകളായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ കാരണം അവിടെ തണുപ്പുള്ളത് കൊണ്ടാണ് അവിടെ ടൂറിനൊക്കെ പോകുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, കരയും കടലും വ്യത്യസ്തമായ ചൂട് പിടിക്കുന്നത് ഈ ഒരു താപത്തിലുള്ള വ്യത്യാസം ഉണ്ടാവാൻ കാരണമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് ചോദിച്ച പോയിന്റുകളാണ്. ഇതൊന്നും ഒറ്റൊന്നും ഇമ്പോർട്ടന്റ് അല്ലാത്തതല്ല ഈ ചാപ്റ്ററിൽ നടത്താം. ഇപ്പൊ സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച്, അപ്പൊ സമുദ്രത്തിലെ ഉപരിതലം, അതായത് വെള്ളമാണല്ലോ സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പലതരത്തിലുള്ള അതായത് സമുദ്രത്തിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഭൂമിയിൽ വ്യത്യസ്തമായ ചൂടുകൾ അനുഭവപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പൊ സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ച് കരയാണ് വേഗം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നത്. ക്ലിയർ?
കര വേഗം ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യും. സമുദ്രം സാവകാശം ചൂടാവുകയും സാവകാശം തണുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാലത്ത് അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാലത്ത് അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദിക്കും, കരയാണോ കടലാണോ വേഗം ചൂടാവുക വേഗം തണുക്കുക എന്ന് ചോദിക്കും. കരയാണോ കടലാണോ വേഗം ചൂടാവുക? കര. ഓക്കെ. അടുത്ത് നോക്കുക, സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇതും പിന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സമുദ്ര തീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും, സമുദ്രത്തിന് അടുത്തുള്ള കോസ്റ്റൽ പ്രദേശങ്ങൾ, സമുദ്ര തീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. ഒരു സ്ഥലത്ത് ചൂട് കൂടുമ്പോൾ അപ്പോഴേക്ക് കാറ്റടിക്കും, ചൂട് കുറയും. മറ്റേ ഭാഗത്ത് ചൂട് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് പോകുന്നതാ. മനസ്സിലായില്ല? അപ്പോൾ വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നു. അതിനാൽ പകൽ താപം വളരെ ഉയരുന്നതും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകും. അപ്പൊ സമുദ്രത്തിൽ നിന്നുള്ള അകലവും പിന്നെ ടോട്ടലി പല സ്ഥലത്തുള്ള ക്ലൈമറ്റിൽ വ്യത്യാസം ഉണ്ടാവാൻ സഹായിക്കുന്നു എന്നർത്ഥം. അത് മനസ്സിലാക്കിയാൽ മതി. ആ പോയിന്റ് അങ്ങനെ പഠിക്കണം എന്നില്ല കേട്ടോ. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങള്. ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില കൂടുകയും കുറയുകയും ചെയ്യും. ഇത് നമുക്കത്ര ആവശ്യമില്ല. ഗൾഫ് സ്ട്രീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ സമുദ്രജല പ്രവാഹങ്ങളും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പെടുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അടുത്തത് ഭൂപ്രകൃതി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഭൂപ്രകൃതിയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ പർവ്വതങ്ങളാണ്, ഇത് പർവ്വത ചെരിവുകളാണെന്ന് ആലോചിക്കുക. പർവ്വത ചെരിവുകളിൽ ഉയരം കൂടുതലായിരിക്കും. അപ്പൊ സൂര്യപ്രകാശം കൂടുതലായിട്ട് ലഭിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് സൂര്യപ്രകാശം ഇവിടെയാണ് കിട്ടുക. ഇവിടെ ചെരിഞ്ഞതായതുകൊണ്ട് കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ തണുപ്പിലും ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ അത്. അപ്പോൾ എന്ത് ചെയ്യും? ഭൂപ്രകൃതിയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിനെ അളക്കാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനും ഒരു ഉപകരണമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ബാരോമീറ്റർ. ഇതും ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ബാരോമീറ്റർ. എന്താണ് ബാരോമീറ്റർ? എന്താണ് ബാരോമീറ്റർ? എന്താണ് ബാരോമീറ്റർ? സ്കൂളിലൊക്കെ പഠിക്കുന്ന നമ്മൾ ചെറിയ ക്ലാസ്സിലെ വെരി ഗുഡ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം എന്താണ് ബാരോമീറ്റർ. 2 ടൈപ്പ് ബാരോമീറ്റർ ഉണ്ട്. ഒന്ന് മെർക്കുറി ബാരോമീറ്ററും രണ്ടാമത്തെ അനിറോയിഡ് ബാരോമീറ്ററും. എന്താണ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങള്? പിന്നെ അന്തരീക്ഷം, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത് ഏതിൽ ഉപയോഗിച്ചിട്ടാണ്? ബാരോമീറ്റർ 2 ഉണ്ട്. അനിറോയിഡും അതേപോലെ മെർക്കുറി ബാരോമീറ്ററും. പിന്നെ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് ഏത് ഇതിലാന്ന് വെച്ചാൽ അത് മില്ലി ബാറിലാണ്. അതും കൂടെ ഈ പോയിന്റിൽ എഴുതി വെക്കണേ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് മില്ലി ബാറിലാണ്. ഏകകം ഏതാന്ന് ചോദിച്ചാൽ മില്ലി ബാറാണ്. യെസ് ജിതിൻ. പിന്നെ അവിടെതാ മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ എന്താ പറയാ? അന്തരീക്ഷ മർദ്ദം. അപ്പൊ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ പഠിക്കാം. അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറഞ്ഞാല് ഈ അന്തരീക്ഷ മർദ്ദവും ക്ലൈമറ്റിനെ പിന്നെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതേപോലെ കാറ്റും അന്തരീക്ഷ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകം. പക്ഷെ അന്തരീക്ഷ മർദ്ദവും കാറ്റും തമ്മിലാണ് എന്തുള്ളത്? റിലേറ്റഡ് ആയിട്ടുള്ളത്. കാരണം മർദ്ദത്തിലുള്ള ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് കാറ്റുകൾ ഉണ്ടാവുക. അപ്പൊ കാറ്റ് എന്താണ് ശരിക്കും? എന്താണ് കാറ്റ്? എന്താണ് കാറ്റ് പറഞ്ഞാൽ എന്താ? കാറ്റിനെ കാണാൻ പറ്റുമോ? ഇല്ല.
ഇല്ല. അനുഭവിക്കാൻ പറ്റുമോ? പറ്റും. പറ്റും അല്ലേ? യെസ്, അനുഭവിക്കാൻ പറ്റും. അതായത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കുള്ള വായുവിന്റെ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയാ? കാറ്റെന്ന് പറയാം. എന്താണ്? പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വായു ഇങ്ങനെ സഞ്ചരിക്കാം. അപ്പൊ വായുവിന് നിൽക്കാൻ എപ്പോഴും എന്ത് വേണം? എയറിന് നിൽക്കാൻ എപ്പോഴും ഒരു സ്പേസ് വേണം. ഈ സ്പേസ് വായു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് വായു, അപ്പോൾ പ്രഷർ ഉള്ള സ്ഥലം, അപ്പോൾ വായു കൂടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വായു പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബലൂണൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ കൂടുതൽ എയർ ബലൂണിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ബലൂൺ പൊട്ടിപ്പോവല്ലോ. അപ്പോൾ ബലൂണിനുള്ളിലേക്ക് നമ്മൾ എയറാ കൊടുക്കുന്നത്. ഈ എയർ അവിടെ നിൽക്കാനുള്ള സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് പോകാൻ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? വായുവിന് ഭാരമുണ്ട്. അവിടെ വായുവിന് നിൽക്കാൻ, എയറിന് നിൽക്കാൻ എന്ത് വേണം? സ്ഥലവും വേണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വായു പോകുന്നതിന് നമ്മൾ എന്താ പറയാ? കാറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കുക, മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അത് മനസ്സിലാക്കുക. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ, ഭൂമിന്റെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ എന്താ പറയാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. അപ്പൊ അതിന് സ്വാധീനിക്കുന്ന എലമെന്റ്സ് എന്താന്ന് നോക്കിയാൽ അന്തരീക്ഷ താപനില, അന്തരീക്ഷത്തിലുള്ള താപനില ഈ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് താപനില? ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഊർജത്തെ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ എന്താ പറയാ? താപനില എന്ന് പറയാം. ഈ താപനില അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവിലെ ജലാംശം അഥവാ ആർദ്രത അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? എല്ലാരും ഉറങ്ങിപ്പോയോ? ഇല്ല മാം. ഉറക്കൊന്നും വരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, താങ്ക് യു. അടുത്ത നോക്കാം. ഇതിൽ അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളത്. എല്ലാം നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ, എന്നിട്ട് വായിച്ചു നോക്കണേ. ഇപ്പൊ ഇവിടെ നോക്കുക, സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷവാതങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഇത് എന്തായാലും നോട്ട് ചെയ്ത്. നേരെ നമ്മൾ താപം കുറയുന്നത് പറഞ്ഞില്ലേ, അതേപോലെ പ്രഷർ കുറയുന്നതും ഇതിൽ പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷവാതങ്ങളുടെ സാന്ദ്രത കുറയുന്നു. അപ്പോൾ അന്തരീക്ഷ മർദ്ദം ക്രമേണ, അപ്പൊ സാന്ദ്രത കുറയുമ്പോൾ മർദ്ദം കുറയുന്ന അർത്ഥം. സാന്ദ്രത കുറയുമ്പോൾ മർദ്ദം കുറയും. അപ്പൊ ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുക കേട്ടോ. അപ്പൊ അതിന് ഇവിടെ നോക്കുക, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെവിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും അല്ലെ? അതിനൊക്കെ കാരണം ഈ മർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. പിന്നെ ചിലർക്ക് മൂക്കുന്നൊക്കെ ചോര വരും ഭയങ്കര ഹൈറ്റിലൊക്കെ എത്തുമ്പോൾ. അതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള വ്യത്യാസം കൊണ്ടാണ് വരിക. പിന്നെ അടുത്ത് നോക്കുക, വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങി ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കും. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രത വായുവിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതായത് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. രണ്ടാം സ്ഥാനം ഓക്സിജൻ ആണോ മാം? ഓക്സിജൻ. അപ്പൊ നൈട്രജന് അപ്പൊ രണ്ട് വ്യത്യാസം ഉണ്ട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനുമാണ്. അപ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങി ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് അന്തരീക്ഷത്തിൽ ജലതന്മാത്രകൾ ഇടം പിടിക്കും. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രത വായുവിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളും അതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇളങ്കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. അപ്പം ഇതിൽ നമ്മൾ ഇനി അടുത്തതുള്ളത് ഐസോബാർ, സമമർദ്ദ രേഖ. നമ്മൾ ഐസോതേംസ് നേരത്തെ പറഞ്ഞില്ലേ, ഇനി ഐസോബാർസ് ആണ് നമുക്ക് ഇതിൽ പോയിന്റ് ആയിട്ട് എഴുതാനുള്ളത്.
അപ്പൊ നേരത്തെ പറഞ്ഞത് ഐസോതേംസ് മീൻസ് ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരികളെ ഐസോതേംസ് എന്ന് പറയുകയാണെങ്കിൽ, ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾക്കാണ് സമമർദ്ദ മേഖകൾ അഥവാ ഐസോബാർസ് എന്ന് പറയും. ഇതും അതിൽ നോട്ടിൽ എഴുതി വെക്കുക. എന്താണ് ഐസോബാർ, ഐസോതേംസ് രണ്ടും തെറ്റിപ്പോയത്. ടേംസ് മീൻസ് ടെമ്പറേച്ചർ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ബാർസ് മീൻസ് പ്രഷർ എന്ന്. ഇതാണ് ഐസോതേംസിൻ്റെതാണ് ഇതിൽ കൊടുത്തൊരു ടെക്സ്റ്റിൽ കേട്ടോ. താപം കൂടുമ്പോൾ മർദ്ദം കുറയും. അപ്പൊ രണ്ടും ഓപ്പോസിറ്റിലാണ്, വിപരീത അനുപാതത്തിലാണ് വരിക. താപം കുറയുമ്പോൾ മർദ്ദം കൂടും. ഇവിടെ നോക്കുക, അടുത്തത് ആഗോള മർദ്ദമേഖലകൾ എന്നുള്ള ഭാഗമാണ് കേട്ടോ. യെസ്, ആഗോള മർദ്ദമേഖല. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു ഇതുപോലെയുള്ള ഒന്ന് രണ്ട് ഇത് കണ്ടില്ലായിരുന്നോ, പിക്ചർ കണ്ടില്ലേ? അപ്പൊ ഇത് നോക്കുക, ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നൊക്കെ പറഞ്ഞ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു, ഭൂമധ്യരേഖയിൽ പറഞ്ഞ അക്ഷാംശ രേഖകൾ പറഞ്ഞില്ലായിരുന്നോ? അതിൽ ഇവിടെ നിര ഈ 0 ഡിഗ്രിയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. എന്താണ്? 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് നമ്മൾ എന്താ പറയാ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയാം. 30 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതേപോലെ തന്നെ 30 ഡിഗ്രി വടക്ക് അവിടെ പറയുകയാണെങ്കിൽ 30 ഡിഗ്രി തെക്ക് എന്താണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല തന്നെ. അപ്പൊ 30 ഡിഗ്രി വടക്കും തെക്കും ഏത് തന്നെയാണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ തന്നെയാണ് കേട്ടോ. പിന്നെ 60 ഡിഗ്രി, അപ്പൊ 60 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖകള് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ 60 ഡിഗ്രി തെക്ക് വരുമ്പോൾ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ നേരത്തെ നമ്മൾ അക്ഷാംശങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രഷർ റീജിയനിലേക്ക് വരുമ്പോൾ നമ്മൾ മർദ്ദമേഖലകളാണ് ഇത് വരുന്നത്. പക്ഷെ ഡിഗ്രി അളവുകളിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഒന്ന് 0 ഡിഗ്രി നേരത്തെ പറഞ്ഞത് സെയിം ആണ്. മറ്റേ ഇവിടെ ഇപ്പൊ 23.5 ഡിഗ്രി ആയിരുന്നു, ഇത് 30 ഡിഗ്രി ആയി വന്ന്. മറ്റേത് 66 ഡിഗ്രി ആയിരുന്നു, ഇത് 60 ഡിഗ്രി ആയി. ആ വ്യത്യാസങ്ങൾ ഇവിടെ 0 ഡിഗ്രിക്ക് പകരം ഇവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല പറഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ട് വന്നു. ഇതെന്താക്കി, ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് നോക്കുക, ഭൂമധ്യരേഖാ പ്രദേശത്തെ വായു താപനില കാരണം ചൂടായി വികസിച്ച് മുകളിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഭൂമധ്യ രേഖാ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാൻ കാരണം. അപ്പൊ ഇവിടെ ഈ രണ്ട് ഭാഗല്ലേ, ഇവിടെ സ്പേസ് ഒഴിഞ്ഞെടുക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകൾക്ക് ഇരുവശങ്ങളും കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു. ഇത് രണ്ട് ഭാഗത്തും. കാരണം ഇവിടെ ഈ ഓറഞ്ച് ഭാഗമില്ലേ, ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഭാരം കുറയും. ചൂട് കൂടുമ്പോൾ ഭാരം കുറയും. അപ്പൊ ഇവിടെ ഉള്ള വായു ഭാരം കുറഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ ഉയരും. ഇവിടെ ഉള്ള വായു ഇങ്ങോട്ട് താഴോട്ട് വരും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യും, ചൂട് കുറഞ്ഞ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വായു മുകളിലേക്ക് ഉയരും. ഈ മേഖലയെ നമ്മൾ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയാം. ഇപ്പൊ ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശൂല. ഈ ഭാഗത്ത് കാറ്റുകൾ വീശൂല. അപ്പൊ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഇതിനെ നമ്മൾ നിർവാത മേഖല അഥവാ ഡോൾഡ്രം റീജിയൻ എന്ന് പറയാറുണ്ട്. ഇപ്പൊ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഡോൾഡ്രം എന്ന് ചോദിച്ചത്. എന്താണ് ഡോൾഡ്രം? ഇപ്പൊ മനസ്സിലാക്കുക, ഭൂമധ്യരേഖയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. അപ്പൊ ചൂട് കൂടുമ്പോൾ വായുവിന് ഭാരം കുറയും. അപ്പം ഭാരം കുറയുമ്പോൾ രണ്ട് ഭാഗത്തേക്കും, അതായത് ഈ വടക്ക് ദിശയിലേക്കും തെക്ക് ദിശയിലേക്കും ഇങ്ങനെ കാറ്റ് മീൻസ് ആ കാറ്റ് വീശല, പിന്നെ വായു ചൂട് കുറഞ്ഞിട്ട് ഇങ്ങോട്ട് രണ്ട് ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, ഭാരം കുറഞ്ഞ ഭാഗത്തേക്ക് മീൻസ് നമ്മൾ പറയില്ലേ, ഭാരം കൂടിയതെന്ന് ഭാരം കുറഞ്ഞതിലേക്ക് പോകുമ്പോഴല്ലേ കാറ്റ് എന്നറിയാം. അങ്ങനെയുള്ള സംഗതി ഇല്ല. ഇവിടെ എല്ലാ ഭാഗത്തും ഭാരം കുറഞ്ഞ വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, കാറ്റുണ്ടാവില്ല. അപ്പൊ ഈ കാറ്റില്ലാത്ത ഈ രണ്ട് മേഖലയാണ് നമ്മൾ എന്താ പറയാ, ഡോൾഡ്രം റീജിയൻ അഥവാ നിർവാത മേഖല എന്ന് പറയാം. ഈ റീജിയൻ കൂടെ എന്തുപോലെ കപ്പൽ ഗതാഗതം സാധ്യമല്ല. ഇത് പായ്ക്കപ്പലുകളൊക്കെ പണ്ട് പോകുന്ന സമയത്തെ കാറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൂടെ കപ്പലുകളൊക്കെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാഹനങ്ങളൊക്കെ പോവാ. അപ്പൊ അവർക്ക് എന്തുണ്ടാ, കാറ്റിന് ദിശ മനസ്സിലാവൂല. ദിശ മനസ്സിലാവാതാകുമ്പോൾ ഇതിലൂടെയുള്ള യാത്രകൾ അസാധ്യമാകും.
അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് നിർവാത മേഖല അഥവാ ഡോൾഡ്രം റീജിയൻ എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാല് ഉണ്ടാവും ഇവിടെ. സബ് ട്രോപ്പിക്കൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. പോളാർ റീജിയനിൽ നടക്കുക. എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് വികസിച്ചു വരുന്ന വായു ഉയർന്ന വിതാനങ്ങളിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇവിടുന്ന് പോണ കാറ്റില്ലേ, അതായത് ഈ ഭാഗത്തുനിന്ന് പോണ സാധനം എന്ത് ചെയ്യും? മുകളിലേക്ക് ഇങ്ങനെ പോകും. മുകളിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും? കാറ്റായിട്ട് വീശും. അപ്പം കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നു. അവിടെ തണുത്തുറയാണ് ചെയ്യുക. ഇവിടുന്ന് പോണ കാറ്റ് അവിടെ പോയിട്ട് തണുത്തുറഞ്ഞിട്ട് തണുപ്പിലേക്ക് വരും. അപ്പൊ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് അതിനെയും വരും. അപ്പൊ ഏതാണ്ട് 60 ഡിഗ്രിക്കും തെക്കും 60 ഡിഗ്രിക്ക് വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ അവിടെ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. പക്ഷേ ഭൂമിയുടെ ഭ്രമണത്തിന് സ്വാധീനത്താൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തിൽ ഉയർത്തപ്പെടുന്നതിനാൽ അതിനെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല അഥവാ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഏതായാലും ആ ഒരു ഡയഗ്രാം ഇല്ലേ, ഇത് നോക്കി ഈ ഭാഗം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഡോൾഡം റീജിയൻ എന്താണെന്ന് വെച്ചാൽ 0 ഡിഗ്രി 30-നും പിന്നെ 0 ഡിഗ്രിക്ക് ഇപ്പുറം 30 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ടുള്ളതാണ് ഡോൾഡ്രം. മറ്റേത് വരുമ്പോൾ ഡോൾഡ്രം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നും പറയും. ഇതിന് 60-നും 30-നും ഇടയിലുള്ളത്. 60-നും 60-നും ഇട, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ളത് കാറ്റാണ്. കാറ്റിന്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺഫ്യൂഷനാവും. നമ്മള് ആഗോള മർദ്ദമേഖലകൾ വരെ അന്ന് എടുത്ത് കേട്ടോ.